നമുക്കൊരു വ്ളോഗ് എടുത്താലോ? വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. കുറേ നാളായില്ലേ ഞാനൊരു വ്ളോഗൊക്കെ ഇട്ടിട്ട്. ഞാൻ എപ്പോഴും ഷോർട്സ് ആണ് ഇടാറ്. അപ്പോൾ എന്തായാലും ഇന്ന് ഞാനൊരു വ്ളോഗ് എടുക്കാമെന്ന് വിചാരിച്ചു. കാരണം ഇന്ന് ഇൻസ്റ്റിറ്റ്യൂഷനിലെ ഓണം സെലിബ്രേഷനാണ് കേട്ടോ. അപ്പോൾ ഞാൻ വിചാരിച്ചു ഓക്കെ നമുക്കൊരു ഓണം എന്താ പറയുക വ്ളോഗ് എടുക്കാമെന്ന്. ഇപ്പോൾ സമയം 7 മണി ആവുന്നു കേട്ടോ. അപ്പോൾ ഞാനിപ്പോൾ പോയിട്ട് കുളിയൊക്കെ കഴിഞ്ഞ് വന്നതാണ്. അപ്പോൾ ഇന്നലെ തന്നെ തലയൊക്കെ നമ്മൾ ഹെയറൊക്കെ വാഷ് ചെയ്ത് വെച്ചായിരുന്നു. പിന്നെ അതേ മൈലഞ്ചൊക്കെ ചെറുത് ഞാൻ വെറുതെ ഇട്ടാട്ടോ. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് നമ്മൾ ഇന്ന് റെഡി ആവണം ഇനി. അപ്പോൾ അതിന് മുൻപ് പൂ ഇടാനുണ്ട്. അപ്പോൾ പൂവും കൂടി ഇട്ട് വന്നിട്ട് നമുക്ക് റെഡി ആവാൻ തുടങ്ങാമെന്ന് വിചാരിച്ചിട്ടാണ്. അപ്പോൾ എന്തായാലും വിശേഷങ്ങൾ കണ്ടാലോ. അപ്പോൾ ആദ്യം നമുക്ക് പോയിട്ട് പൂ എടുക്കാം കേട്ടോ. ഇത് ഇന്നലെ ഞാൻ ഇന്നത്തേക്ക് വേണ്ടി വാങ്ങിയ പൂവാണ് കേട്ടോ, മുല്ലപ്പൂവാണ്. ഇത് നന്നായിട്ട് വിരിയെന്നൊക്കെ പറഞ്ഞിട്ടാണ് കേട്ടോ ഞാൻ വാങ്ങിയത്. പക്ഷേ ഇതിൽ ഇപ്പോഴും മുട്ടൊക്കെ ഇരിക്കുന്നുണ്ട്. എന്തായാലും മാറ്റി വയ്ക്കാം. അപ്പോൾ ഇതാണ് കേട്ടോ നമുക്ക് ഇന്ന് ഇടാനുള്ള പൂവ്. ഇത് മൊത്തം ഒന്നും ഇടില്ല, കാരണം നമ്മൾ കുഞ്ഞ് ഡിസൈൻസാണ് ഇടാറ്. നമുക്കിതിലേക്ക് എടുത്തുതരാം കേട്ടോ. ഇതാണ് കേട്ടോ നമ്മൾ ഇന്നലെ ഇട്ട പൂക്കളം. ഇതാണ് നമ്മൾ ഇന്ന് ഇടാൻ പോകുന്നത്. ഇത്ര പൂക്കൾ വെച്ചിട്ടാണ് കേട്ടോ. അപ്പം നമ്മൾ ഇവിടെ ഒന്നും പൂക്കളില്ലാത്തതുകൊണ്ട് നമ്മൾ കടയിൽ നിന്ന് തന്നെയാണ് വാങ്ങാറ്. ഇപ്പോൾ ഒരു 50 രൂപയ്ക്കൊക്കെ വാങ്ങിയാൽ 3 ദിവസമൊക്കെ നമ്മൾ ഇട്ടു കേട്ടോ. കാരണം നമ്മൾ കുഞ്ഞി കുഞ്ഞി ഡിസൈൻസാണ് ഇടാറ്. അപ്പോൾ നമുക്ക് ഇന്നലത്തെ പൂക്കൾ അവിടെ നേരത്തെ കളഞ്ഞ് വെച്ച് അവിടെ നടിച്ചു പോയി വെള്ളം കളിക്കാം. നമ്മുടെ പൂവ് ഇതായിട്ട് കഴിഞ്ഞിട്ട് ഞാൻ ചെറിയ എന്തോ ഒരു ഡിസൈനാണ് ഇട്ടത്. ഇനി നമുക്ക് വേഗം ഒരുങ്ങാം കേട്ടോ, കാരണം 7:30 ആയി സമയം. അപ്പോൾ ഞാൻ ഡ്രസ്സ് കാണിച്ചു കേട്ടോ. അപ്പം ഞാൻ ഇതാണ് കേട്ടോ ഇടുന്നത്. അപ്പം ഞാൻ ആദ്യം ഈ ഒരു സംഭവം അല്ല വിചാരിച്ചിട്ടുണ്ടായിരുന്നത്, നമ്മുടെ ടിഷ്യൂവിൻ്റെ സാധനമായിരുന്നു. അതുകൊണ്ട് ഞാൻ ഈ ഒരു ബ്ലൗസും കൂടി അതിന് കണ്ടു വെച്ചിട്ടുണ്ടായിരുന്നു. ഇപ്പം ഞാനത് പച്ചയാക്കിട്ടോ. അപ്പോൾ നമുക്ക് എന്തായാലും ഇട്ട് നോക്കാം. അപ്പോൾ ഇനി ഒരുങ്ങിയിട്ട് വേണം. മഴ പെയ്യുന്നുണ്ട് തോന്നുന്നത്. ഞാൻ എന്തെങ്കിലും പ്രാർത്ഥിച്ചിട്ടുണ്ടായിരുന്നു മഴ പെയ്യരുത് എന്ന്. കാരണം ഇതൊക്കെ എടുത്തിട്ട് പോകണ്ടേ, ഇങ്ങനെ പോകാനാ. പക്ഷെ മഴ ഇന്നുണ്ട്, കുഴപ്പമില്ല, പോയാലും പറ്റും. നമുക്ക് എന്തായാലും ഒരുങ്ങുന്നൊക്കെ ഗെറ്റ് റെഡി വിത്ത് മീ ആയിട്ട് ഇട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ എൻ്റെ ഫൈനലൊക്കെ ഇങ്ങനെ ഹായ് ഗൈസ്. അപ്പം നമ്മളിവിടെ എത്തി, ടൈമിലെത്തി. ഇവിടെ പാട്ടൊക്കെ വെച്ചിട്ടുണ്ട്. ഞാൻ എത്തുമ്പോഴേക്കും കുറേ പേരൊന്നും വന്നിട്ടുണ്ടായിരുന്നില്ല. അപ്പം ഇതാണ് കേട്ടോ അതുൽ, പിന്നെ സൂരജ്, പിന്നെ അവരുടെ ഞാൻ ഹായ് പറയാൻ പറഞ്ഞാൽ മനസ്സിലായിട്ടുണ്ടായിരുന്നില്ല. കഴിഞ്ഞ് അവൻ തന്നു കേട്ടോ. അത് കഴിഞ്ഞ് പിന്നെ കുറച്ച് കഴിഞ്ഞിട്ടാണ് ദിയും ദേവികയൊക്കെ വന്നത് കേട്ടോ. അപ്പോൾ അതിലിതാണ് കേട്ടോ ദിയ. പിന്നെ അമറും ദേവികയും കൂടിയാണ് കേട്ടോ ഈ ഒരു പൂക്കളത്തിൻ്റെ ഡിസൈൻ മൊത്തം ചെയ്യുന്നത്. ഞങ്ങളിത് ഫുൾ പൂക്കൾ അരിഞ്ഞു കൊടുത്തു. പിന്നെ അതുപോലെ തന്നെ ബാക്കി ഇടാനും സഹായിച്ചു കേട്ടോ. പിന്നെ ഞങ്ങൾ ഫുള്ള് അവിടെ തിരക്കിലായിരുന്നു കേട്ടോ. പൂക്കളരിയലും പിന്നെ പൂക്കളിടലും പിന്നെ ടൈം കഴിയുമെന്ന് ടെൻഷനും അങ്ങനെ 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 ഫുള്ള് ഒരു എന്താ പറയുക ഫുൾ തിരക്കിലായിരുന്നു കേട്ടോ. അമറിൻ്റെ സ്മൈലിൽ കിട്ടുന്നല്ലോ. ഇപ്പോൾ അതിലാണ് കേട്ടോ എനിക്ക് വീഡിയോ എടുത്ത് തരുന്നത്. പിന്നെ അതിൻ്റെ ഇടയിൽ കുറച്ച് ലേറ്റ് ആയിട്ടുണ്ട് തോമസ് വന്നിട്ടുണ്ടായിരുന്നത്. പിന്നെ സമയത്തിന് ചെറിയൊരു പ്രശ്നമുള്ളതുകൊണ്ട് അവർ വരച്ച സ്ഥലത്ത് ഞങ്ങൾ പൂക്കളൊക്കെ ഇടൽ തുടങ്ങി കേട്ടോ. അതെ അതെ. പിന്നെ മൊത്തം ഇട്ട് കഴിഞ്ഞിട്ട് ഞങ്ങളുടെ ജഡ്ജസ് വന്നിട്ട് ഞങ്ങളുടെ പൂക്കളെ നോക്കായിരുന്നു കേട്ടോ മാർക്കിടാൻ. ദൈവിക മേക്കപ്പിലാണ് കേട്ടോ. ഞങ്ങളുടെ നല്ലതാണോന്ന് പറയും പറഞ്ഞോളൂ. എങ്ങനെയുണ്ടായിരുന്നു? ഇതാണ് കഴിച്ച് ഞങ്ങളുടെ പൂക്കളം.
ഹലോ ഗൈസ്, അപ്പം ഞങ്ങൾ ഫുഡ് കഴിക്കാൻ വന്നിരിക്കുന്നത്, സദ്യ കഴിക്കാൻ. എല്ലാ വിഭവങ്ങളും ഇവിടെ ഓൾറെഡി വിളമ്പി വെച്ചിട്ടുണ്ട്. എല്ലാവരും ഇവിടെ ഉണ്ട്, എല്ലാവരും ഇവിടെ ഉണ്ട്. അവിയലുണ്ട്, അച്ചാറുണ്ട്, ശർക്കരപ്പേരി, വറുത്തപ്പേരി, പുളിയിഞ്ചി. ഇതെന്താ പരിപ്പിൻ്റെ എന്തോ ഇതെന്താ അത്, പച്ചടിയോ കിച്ചടിയോ എന്തോ, ഓലൻ, കൂട്ടുകറി, ഉപ്പേരി, ഉപ്പ്, വെള്ളം. ഇപ്പോൾ സാറുമാരാണ് ഞങ്ങൾക്ക് പ്രശ്നം വിളമ്പി തരല്ലോ. ഇതൊക്കെ ഞങ്ങളുടെ സാറുമാരാണ്. ചോറ് വന്നു. അങ്ങനെ പഴം, സാമ്പാർ, നമുക്കത് 2 തരം പായസമൊക്കെ ഉണ്ട് കേട്ടോ. ഇതെന്ത് പായസം അറിയോ? ഫസ്റ്റിരിക്കുന്ന ശർക്കരയിൽ എന്താ എനിക്കറിയാം. ഇതാട ശർക്കരട. പപ്പടം, പായസം, പഴം. അതൊക്കെ കഴിഞ്ഞ് അടിപൊളി സദ്യയൊക്കെ കഴിച്ച് ഞങ്ങളുടെ ടയേർഡായിട്ട് ഇരിക്കുകയാണ് കേട്ടോ. അപ്പം ഞാൻ വീഡിയോ എടുക്കുന്നതിനനുസരിച്ച് സൂരജ് തന്നെ വീഡിയോ എടുക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ ഞങ്ങൾ അവിടെ കുറേ നേരം സംസാരിച്ചൊക്കെ ഇരുന്നു. ഇതിന് മുൻപ് ഞങ്ങൾ സദ്യ കഴിക്കുന്നതിന് മുൻപ് തന്നെ ഞങ്ങൾ ഫോട്ടോസൊക്കെ എടുക്കാൻ പോയിട്ടുണ്ടായിരുന്നു. ഇതെല്ലാം കഴിഞ്ഞിട്ടായിരുന്നു കേട്ടോ അവിടെ പരിപാടികൾ വേറെ ഉണ്ടായിരുന്നു. അപ്പോൾ ഇതേ സുന്ദരിക്ക് പൊട്ടുതൊട്ടിലാണ് കേട്ടോ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ വേറെ കളികളിലൊന്നും ഞാൻ പോയിട്ടില്ല. അപ്പോൾ കസേരകളി കളിക്കാൻ പോകാമെന്ന് വെച്ചാൽ എനിക്ക് ഇഷ്ടമാണ് കേട്ടോ. അങ്ങനെ ഫൈനലി ഇത് ഞാനും ആ ഒരു കുട്ടി മാത്രമായിരുന്നു ലാസ്റ്റ്. അങ്ങനെ അവൻ ജയിച്ചു, ഞാൻ തോറ്റു. അപ്പോൾ സെക്കൻഡ് കിട്ടിയിട്ടാട്ടോ ഇപ്പം. ടീച്ചേഴ്സൊക്കെ കളിക്കുന്നുണ്ടായിരുന്നു കേട്ടോ ഈ സുന്ദരിക്ക് പൊട്ടുകളിലും അങ്ങനെ എല്ലാ ഗെയിംസും. പിന്നെ അതേ ഈ ബലൂണ് ചവിട്ടി പൊട്ടിക്കൽ ഇരുന്ന് പൊട്ടിക്കലുള്ള പരിപാടിയായിരുന്നു. അതൊരു ഭയങ്കര രസമായിരുന്നു കേട്ടോ പരിപാടികളൊക്കെ. ഞങ്ങൾ ഡാൻസൊന്നും കളിച്ചിട്ടുണ്ടായിരുന്നില്ല, പക്ഷെ വേറെ കുറേ ടീംസിൻ്റെ ഡാൻസും പാട്ടും അങ്ങനെ കുറേ ഡാൻസൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ അതൊക്കെ കഴിഞ്ഞിട്ട് നമ്മുടെ പൂക്കള മത്സരത്തിൻ്റെ റിസൾട്ട് പറയാം കേട്ടോ. ഞങ്ങൾക്ക് എന്താ പറയാ, ഫസ്റ്റ് ഒന്നല്ല റണ്ണറപ്പാണ് കേട്ടോ. അത് പറഞ്ഞില്ലല്ലോ, കള്ളം പറയണോ. അപ്പൊ ഞങ്ങൾക്ക് കിക്കാറ്റ് ഇത് കാണിക്ക് ഓടാ കസേര കളിക്ക് സെക്കൻഡ്. അങ്ങനെ മിഠായിയൊക്കെ അവിടെ നിന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും കൊടുത്തു കഴിഞ്ഞ് പിന്നെ പൂക്കളും കുറച്ച് ബാക്കിയൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതെല്ലാവർക്കും വീതിച്ചൊക്കെ കൊടുത്തു. കാരണം എന്താണെന്ന് വെച്ചാൽ ഈ സ്കൂളിൽ നിന്നൊക്കെ ആയിരുന്നു പിറ്റേ ദിവസം വീട്ടിലേക്ക് ഇടാനുള്ള പൂക്കൾ ഈ പൂക്കള മത്സരമൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ കൊണ്ടുവരണം. അപ്പോൾ ആ പരിപാടി തന്നെ ബാക്കിയുള്ള കുറച്ച് പൂക്കളൊക്കെ എടുത്ത് നമ്മൾ പോകുന്നു. അപ്പോൾ ഓൾറെഡി ബ്ലോക്കൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അതുകൊണ്ട് തന്നെ കുറേ ലേറ്റ് ആയിട്ടായിരുന്നു. പിന്നെ വെള്ളിച്ചം വന്നിട്ട് തന്നെ സ്റ്റാൻഡിൽ നിന്ന് പിക്ക് ചെയ്തത്. അങ്ങനെ ഫൈനലി നമ്മൾ വീട്ടിലെത്തിയിരിക്കുന്നു ഗൈസ്. ഫൈനലി ഞാൻ എത്തി ഗൈസ്. ഇപ്പം എത്തണല്ലോട്ടോ. ഇപ്പം സമയം 7:30 ഇപ്പം എത്തണല്ലോട്ടോ. അപ്പം ഇനി ഇതൊക്കെ ഒന്ന് അഴിച്ച് മാറ്റി ഒന്ന് കുളിയൊക്കെ കഴിഞ്ഞ് വരാം. അതാ ഞാൻ ഇവിടെ ആണെങ്കിൽ എല്ലാം ഇങ്ങനെ വലിച്ചായിട്ടോടെ പോയത് രാവിലെ അല്ലാത്തതുകൊണ്ട്. അപ്പോൾ ഇതൊക്കെ റെഡിയാക്കാനുണ്ട്. അപ്പം എന്തായാലും വേഗം പോയിട്ട് മാറ്റിയിട്ട് വരാം, കുളിച്ചിട്ട് വരാം. അപ്പോൾ ഞാൻ കുളിയൊക്കെ കഴിഞ്ഞ് വന്നു. വെള്ളം കുടിക്കേണ്ടത്. ഞാൻ വെള്ളം അധികം ഒന്നും കുടിച്ചിട്ടില്ല. അപ്പോൾ ബാക്കി എടുത്തേക്കാളൊന്നും എടുത്ത് വെച്ചിട്ടില്ല. ഞാനിന്ന് ഉണ്ടായിരുന്നല്ലോ ഈ ഒരു ഇയറിങ്സ്, പിന്നെ ഈ ഒരു ബാങ്കിളൊക്കെ ഇതേ അഞ്ചേച്ചിൻ്റെ പെട്ടി എന്നുള്ളതാണ് കേട്ടോ. അപ്പോൾ അത് മാല കൂടി ഉണ്ട്. അപ്പോൾ ഉച്ചയ്ക്ക് ശേഷം ഞാൻ മാല ഇട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഞാൻ മാല അതേപോലെ പൊതിഞ്ഞിങ്ങനെ അപ്പോൾ ഈ ഒരു സംഭവം എനിക്ക് നല്ല ഇഷ്ടമായി. ഇത് അഞ്ചുവീശിൻ്റെ ആണ് കേട്ടോ. അപ്പോൾ ഇത് എന്തായാലും ഈ ഒരു പെട്ടിയിലേക്ക് എടുത്ത് വയ്ക്കാം. അപ്പം ഇങ്ങനത്തെ ഒരു കാറിനകത്ത് അഞ്ചുവീശി ആക്കി വെച്ചിട്ടുണ്ടായിരുന്നത്. ഇതൊക്കെ അഞ്ചുവീശി സൂക്ഷിച്ച് വെക്കുന്ന അഞ്ചുവീശിയുടെ കളക്ഷൻസാണ്. നമുക്കതൊരു പ്രശ്നമില്ലാണ്ടായിട്ട് വെക്കാം. ഓക്കെ, ഞാനിത് എടുത്ത് വെച്ചിട്ടാണ് കേട്ടോ. അത് കഴിഞ്ഞിട്ട് നമുക്ക് ബാഗിൽ നിന്ന് കുറച്ച് സാധനം എടുക്കാറുണ്ട്. ഇത് ഈ ഒരു കൂളിംഗ് ഗ്ലാസ് ആയിരുന്നു ഞാൻ കൊണ്ടുപോയിട്ടുണ്ടായിരുന്നത്. ഇതെൻ്റെ ചേച്ചി മുതിച്ച് കൊണ്ടുവന്ന ലണ്ടൻ അയച്ചാണ്. വീട്ടിൽ പോസ്റ്റ് എടുക്കാറുണ്ട്. പിന്നെ ചോക്ലേറ്റ്സ് ഉണ്ട്. ഇത്
ഞാൻ അതിന് മുന്നേ പറഞ്ഞാണല്ലോ എനിക്ക് കസേരക്കേക്ക് സെക്കൻഡ് കിട്ടിയിട്ടും പിന്നെ പൂക്കള മത്സരത്തിൽ ഞങ്ങൾ റണ്ണറപ്പ് ആണ് കേട്ടോ. ഫൈൻ കിട്ടിയത്. പിന്നെന്താ ID കാർഡ്. ഇതൊരു വാച്ചിങ് മൈ ബാഗ് ആവുന്നില്ല. പിന്നെ ഈ ലിപ്സ്റ്റിക്ക് ഇന്നലെ വാങ്ങിയതാണ് ഇന്നിടാൻ വേണ്ടി ഡാസ്ലറിൻ്റെ. അപ്പോൾ അത് ഞാൻ കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു കേട്ടോ. ഓക്കെ, അപ്പോൾ നമുക്ക് ഇത്രയേ ഉള്ളൂ. ബാഗ് മാറ്റി ഇതൊക്കെ മുല്ലപ്പൂ ചാടിയിട്ട് ഞാൻ വെച്ച മുല്ലപ്പൂ ഇതാ ഇങ്ങനെയായി. അപ്പോൾ നമുക്ക് ഇവിടെ ഒന്ന് ക്ലീൻ ചെയ്യാം. അങ്ങനെ വീട്ടിലെത്തി ഇവിടെ ചെയ്യാനുള്ളതൊക്കെ ചെയ്തു. കുളിയൊക്കെ ഒന്ന് കഴിഞ്ഞപ്പോൾ തന്നെ ഭയങ്കര സമാധാനം. അപ്പോൾ ഇനിയൊന്നും കഴിച്ചില്ല, നല്ല വിശപ്പുണ്ട്. പിന്നെ ഇത്രയും നേരം നിന്നത് ഇന്ന് സദ്യ കഴിച്ചുകൊണ്ടാണ് കേട്ടോ. അപ്പോൾ എന്തായാലും ഇനി പോയിട്ട് ഫുഡ് കഴിക്കാനും കൂടി ഉള്ളൂ. അപ്പോൾ ഇന്നത്തെ പ്രോഗ്രാം എന്ന് പറഞ്ഞാൽ എനിക്ക് അറിയില്ല ഞാൻ കുറേ ഒന്നും എടുത്തിട്ടുണ്ടോയെന്ന്. പറ്റുന്നതൊക്കെ ഞാൻ ആഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ പൂവിടാനും ചിത്രം വരച്ച് ഞാനല്ല എന്താ പറയുക എൻ്റെ ക്ലാസ് പിള്ളേരാ. അപ്പോൾ പൂവിടാനും ഒക്കെ ഇരുന്നു. പിന്നെ അത് കഴിഞ്ഞ് ഫോട്ടോ ഷൂട്ടിന് പോയി. അപ്പോൾ ഇങ്ങനെ പോയ സമയത്ത് എനിക്കെടുക്കാൻ പറ്റിയിട്ടുണ്ടാവില്ല കുറേ സാധനം. എന്തായാലും വേറെ ഇപ്പോൾ എൻ്റെ ക്ലാസ് പിള്ളേരുടെ അടുത്ത് കുറച്ച് ആഡ് ചെയ്യാൻ പറ്റുമോ നോക്കട്ടെ. അങ്ങനെ എന്തായാലും ഇന്നത്തെ ദിവസം എന്ന് പറഞ്ഞാൽ അടിപൊളിയായിരുന്നു. നല്ലൊരു ഓണം സെലിബ്രേഷൻ ആയിരുന്നു. ഇപ്രാവശ്യം ഞാനിങ്ങനെ ഭയങ്കര സങ്കടമായിരുന്നു. കാരണം ഈ കോളേജിലത്തെ ഓണം സെലിബ്രേഷൻ ഒന്നും ഇല്ലല്ലോ എന്നൊക്കെ ഉള്ളത്. കാരണം കഴിഞ്ഞ കൊല്ലം വരെ ലൈക്ക് ഭയങ്കര എക്സൈറ്റ്മെൻ്റ് ആയിരുന്നു ഓണം സെലിബ്രേഷനൊക്കെ. അപ്പോൾ എന്തായാലും അത് എന്താ പറയുക, ആ ഒരു സങ്കടം അങ്ങോട്ട് തിരുന്നിട്ട് ഇന്ന് ഓണം സെലിബ്രേറ്റ് ചെയ്തപ്പോൾ ഇനിയിപ്പോൾ നാളെ വീട്ടിലേക്ക് പോവാണ്. ഞാൻ ആദ്യം വിചാരിച്ചത് ഞങ്ങൾക്ക് 2 ദിവസമൊക്കെ ലീവ് ഉണ്ടാവുള്ളൂ എന്നാണ്. പക്ഷേ ഇപ്പോൾ ഒരാഴ്ച ലീവ് തരാമെന്ന് പറഞ്ഞത്. ഓണം കഴിഞ്ഞിട്ട് ഒരു 2 ദിവസം കൂടി ലീവ് കിട്ടും. അടുത്ത തിങ്കളാഴ്ച കഴിഞ്ഞ് തുറക്കുള്ളൂ എന്നാണ് പറഞ്ഞത്. അപ്പോൾ എന്തായാലും ഞാൻ നാളെ വീട്ടിലേക്ക് പോവാണ്. വീട്ടിൽ പോയി എന്താ പറയുക, അവിടെ വലിയ ഓണമൊന്നും ഇല്ലെങ്കിലും ചെറുതായിട്ടൊക്കെ ഓണം ആഘോഷിക്കാമെന്ന് വിചാരിച്ചു. അപ്പം ഇന്നത്തെ ദിവസം ഇത്രയേ ഉണ്ടായിട്ടുള്ളൂ. അപ്പോൾ എനിക്ക് പറ്റിയതൊക്കെ ഞാൻ ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ കാണുക, സപ്പോർട്ട് ചെയ്യുക. സോ പിന്നെ അവിടുത്തെ എൻ്റെ ഇൻസ്റ്റിറ്റ്യൂഷനിലെ എന്താ പറയുക കുറേ മുഖങ്ങൾ, അതായത് ഞാനിതുവരെ കാണിക്കാത്ത ഒരുപാട് മുഖങ്ങൾ ഈ ഒരു വ്ളോഗിലുണ്ട്. അപ്പോൾ എൻ്റെ ക്ലാസ്സിലെ പിള്ളേരൊക്കെ സോ ഞാനൊരു എന്താ പറയുക വേറെ അവരെ പരിചയപ്പെടുത്തുന്ന വ്ളോഗ് ഞാൻ വേറെ ചെയ്യും. അപ്പോൾ എന്തായാലും ഇന്നത്തെ ഒരു ദിവസം ഞങ്ങൾ അടിച്ചു പൊളിച്ചു, ഒരുപാട് ഫോട്ടോസ് എടുത്തു. അപ്പോൾ പറ്റുന്നതൊക്കെ ഞാൻ അതിൽ ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ എന്തായാലും എല്ലാവരും കാണാം. അപ്പോൾ ഓക്കെ ഗൈസ്, വേറൊരു വീഡിയോ ആയിട്ട് കാണാം. ബൈ.